മൈ ലവ് മിക്സപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അയൂക്കിയുടെ ക്ലാസ്സിൽ സ്കൂൾ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ക്ലാസിന്റെ ലീഡർമാർ ഇതിനായി സ്റ്റുഡൻസിനെ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ അയൂക്കി ഇതൊന്നും ശ്രദ്ധിക്കാതെ താൻ ചെന്നുപെട്ട കുരുക്കിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താനുമായി ഇഷ്ടത്തിലാവാൻ ശ്രമിക്കുന്ന ഇതേ എങ്ങനെയെങ്കിലും ഹഷിമോട്ടോയുമായി സെറ്റാക്കണമെന്ന് അയൂക്കി തീരുമാനിക്കുന്നു. ഇതിനിടയിൽ പ്രോപ്സ് ആൻഡ് സീനറി വിഭാഗത്തിലേക്ക് ആർക്കൊക്കെയാണ് പോകേണ്ടതെന്ന് ലീഡർമാർ ചോദിക്കുമ്പോൾ ഹഷിമോട്ടോ കൈപ്പൊക്കുന്നു. ഇത് കണ്ട അയൂക്കി വേഗം തന്നെ ഈതയോട് അതേ ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഈത നമ്മൾ ഒരുമിച്ച് ഈ ഗ്രൂപ്പിൽ ചേരണോ എന്ന് ചോദിക്കുമ്പോൾ അയൂക്കി വേണ്ട എന്ന് പറയുകയും വേഗം തന്നെ അവന്റെ കൈ പിടിച്ച് പൊക്കുകയും ചെയ്യുന്നു. അവന്റെ പേര് പ്രോപ്സ് ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ തിരക്കിനിടയിൽ അയൂക്കിയും ഈതയോടൊപ്പം കൈപ്പൊക്കിയിട്ടുണ്ടാകും. അതിനാൽ തന്നെ അവന്റെ പേരും ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇനി ഒരു ദിവസം കൂടിയാണ് സ്കൂൾ ഫെസ്റ്റിവലിനുള്ളത്. എല്ലാ സ്റ്റുഡൻസും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പിലാണ്. പ്രോപ്സ് ആൻഡ് സീനറി ഗ്രൂപ്പിലുള്ളവർ സ്കിറ്റിന് വേണ്ട ഓരോ രംഗത്തിനും വേണ്ടുന്ന സാധനങ്ങൾ തയ്യാറാക്കുകയാണ്. നമ്മുടെ അയൂക്കിയും ഇതിന്റെ തിരക്കിലാണ്. അതിന് വേണ്ട ചിത്രങ്ങൾ അവൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പണ്ടേ പടം വരയ്ക്കുന്നതിൽ ആൾ ഒരു തോൽവി ആയതിനാൽ അയൂക്കി തലകുത്തി നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ഈത അവനെ സഹായിക്കുന്നു. ഈത പടം വരയ്ക്കുന്നത് കണ്ട് അയൂക്കി അവൻ അടിപൊളിയായി പടം വരയ്ക്കുന്നുണ്ട് എന്ന് ഈതയോട് പറയുമ്പോൾ അവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് ഈത പറയുന്നു. ഈ സമയത്താണ് അയൂക്കി ഹഷിമോട്ടോ സ്കിറ്റിന് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നത് കാണുന്നത്. അവൻ ഈതയോട് അവളെ സഹായിക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഈത അവളെ സഹായിക്കാൻ പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഈത പെൺകുട്ടികൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കണ്ട എന്നും താൻ കൊണ്ടുപോയിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്നവ വാങ്ങിക്കുന്നു. അവളോട് അയൂക്കിയെ സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് ഇതേ കുട്ടി അവിടെ നിന്നും പോകുന്നു. അയൂക്കിയുടെ അടുത്തേക്ക് വരുന്ന ഹഷിമോട്ടോയോട് താൻ ഒരല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയേനെ എന്ന് അയൂക്കി പറയുമ്പോൾ തനിക്ക് അവനോട് കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് ഹഷിമോട്ടോ പറയുന്നു. ഇതിനിടയിൽ ഹഷിമോട്ടോ അയൂക്കിയോട് അവന്റെ ലവറിനെ കുറിച്ച് ചോദിക്കുന്നു. അവനോട് അവളുടെ പേര് പറയാൻ തയ്യാറാണെങ്കിൽ അവനെ സഹായിക്കാൻ റെഡിയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അയൂക്കി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഇവരുടെ സംസാരത്തിനിടയിൽ അയൂക്കിയുടെ കൈ തട്ടി പെയിന്റ് കലക്കിയ വെള്ളം അവിടെ സെറ്റാക്കി വെച്ചിരുന്ന കാർബോർഡിലേക്ക് വീഴുന്നു. ഇത് കണ്ട അയൂക്കി വേഗം തന്നെ ഒരു തുണി എടുത്ത് വെള്ളം തുടച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അത്രയും ഭാഗത്തെ കളർ പോകുന്നു. അപ്പോഴേക്കും ഈതയും കൂടി അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. അയൂക്കി അവരോട് കാര്യം പറയുകയും അവൻ ചെയ്ത തെറ്റിന് സോറി പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഈത ഉടൻ തന്നെ സഹായിക്കുവാൻ വരുന്നു. ഒപ്പം തന്നെ ഈതയും എല്ലാവരും കൂടി ആ കാർബോർഡ് പീസ് ശരിയാക്കാൻ നോക്കുന്നു. ഇതിനിടയിൽ കുടിക്കാൻ ഡ്രിങ്ക്സ് എടുക്കാൻ പോകുന്നതിനിടയിൽ അയൂക്കി ഈതയോട് നിനക്ക് വോളിബോൾ പ്രാക്ടീസിലെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്കൂൾ ഫെസ്റ്റിവലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും ഇപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞ് അയൂക്കിയെ അവൻ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ രാത്രി ഒത്തിരി വൈകി 4 പേരും അവർക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം ചെയ്തു തീർക്കുന്നു. ഈതയ്ക്കും ഹഷിമോട്ടോയ്ക്കും ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് അവർ 2 പേരും ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുന്നു. അയൂക്കി ഈതയെ ഹഷിമോട്ടോയുടെ കൂടെ വിടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനും ഈതയും ഒരേ സ്ഥലത്തേക്കായതിനാൽ അവസാനം അവർ 2 പേരും ഒരുമിച്ച് പോകുന്നു. ഇതിനിടയിൽ അയൂക്കി ഈതയോട് ഇന്ന് അവനെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഒപ്പം ഹഷിമോട്ടോയോടും നന്ദി പറയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നീയും ഹഷിമോട്ടോയും ഏറെക്കുറെ ഒരേപോലെയാണെന്ന് ഈത പറയുന്നു. നിങ്ങൾ 2 പേരും അവരുടേതായ ലോകത്ത് മുഴുകി ജീവിക്കുന്നവരാണ് എന്ന് ഈത പറയുമ്പോൾ അയൂക്കി അവനോട് തർക്കിക്കുന്നു. തന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഹഷിമോട്ടോയെ കളിയാക്കരുതെന്ന് ഈതയോട് പറയുന്നു. അതിന് ഈത താൻ ഒരിക്കലും അവളെ കളിയാക്കിയതല്ല എന്നും തന്നാൽ കഴിയുന്ന പോലെ എല്ലാം മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഹഷിമോട്ടോ എന്നും തനിക്കത് ഇന്ന് അവളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി എന്നും ഈത മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന അയൂക്കി ഈതയോട് ഹഷിമോട്ടോ അവന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ പോലെയാണെന്നും നിങ്ങൾ തമ്മിൽ കപ്പിൾ ആയിക്കൂടെ എന്നും ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഈത നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാണ് നീ എന്നെ ഹഷിമോട്ടോയുമായി സെറ്റാക്കാൻ നോക്കുന്നത് എന്ന് സംശയം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അയൂക്കി അവർ 2 പേരും നല്ല ചർച്ചയാണെന്നും തന്നെ പോലെ ഒരു തോൽവി ഒരവസരം പോലും അർഹിക്കുന്നില്ല എന്നും പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷമായിരിക്കണമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ഈത അവന് വളരെ നല്ല മനസ്സാണെന്ന് പ്രശംസിക്കുന്നു. തന്റെ ധൈര്യമില്ലായ്മ ഒരിക്കലും ദായിയായി കരുതരുതെന്ന് അയൂക്കി പറയുമ്പോൾ നിനക്ക് നല്ല മനസ്സാണ് എന്നും അത് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഈത പറയും. ഒപ്പം സ്വയം ഒരു തോൽവിയായി കാണുന്നത് നിർത്താൻ അവനോട് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന അയൂക്കിക്ക്
സങ്കടം വരുന്നു. അവനത് ഈദയുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അയൂക്കി കരയുന്നത് ഈദ കണ്ടുപിടിക്കുന്നു. ഈദ അയൂക്കി കരയുന്നതിന്റെ കാരണം ചോദിക്കുന്നുവെങ്കിലും അവൻ അത് പറയാൻ കൂട്ടാക്കാതെ അവന്റെ വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിലേക്ക് എത്തി കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അയൂക്കി ഈദ പറഞ്ഞതെല്ലാം ഓർക്കുന്നു. പക്ഷെ എന്തിനാണ് താൻ ഈദയെ ഓർക്കുന്നത് എന്ന ചോദ്യത്തിന് അയൂക്കിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. തനിക്ക് ഈദയോട് ശരിക്കും ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യുമെന്ന് അയൂക്കി ചിന്തിക്കുന്നുവെങ്കിലും അടുത്ത നിമിഷം തന്നെ താൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നതെന്ന് ഓർത്ത് പരിഭ്രാന്തിപ്പെടുന്നു. അങ്ങനെ സ്കൂൾ ഫെസ്റ്റിവലിന്റെ ദിവസം വന്നെത്തി. അപ്പോഴാണ് ക്ലാസ് ലീഡർമാർ ആ കാര്യം പറയുന്നത്. സിൻഡ്രലയും രാജകുമാരനുമായി അഭിനയിക്കുന്ന സ്റ്റുഡൻസിന് പങ്കെടുക്കാൻ കഴിയില്ല. അവർ രാത്രി വൈകുവോളം പുറത്തണുപ്പത്ത് പ്രാക്ടീസ് ചെയ്തതിനാൽ അവർക്ക് രണ്ടുപേർക്കും പനി പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ലീഡർമാർ പുതിയ രണ്ടുപേരെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് പ്രോപ് സ്റ്റീവ് മാത്രമായിരുന്നു ഒഴിവുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹഷിമോട്ടോയോട് സിൻഡ്രലയുടെ വേഷം കെട്ടാൻ പറയുന്നു. പക്ഷേ ഹഷിമോട്ടോ അതിന് തയ്യാറാകുന്നില്ല. തനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണെന്ന് ഹഷിമോട്ടോ പറയുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും അവളെ നിർബന്ധിക്കുന്നു. ഹഷിമോട്ടോയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ അയൂക്കി അവളെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. അവൻ സിൻഡ്രലയുടെ വേഷം കെട്ടാൻ തയ്യാറാകുന്നു. അങ്ങനെ സിൻഡ്രലയുടെ വേഷം അയൂക്കിയുടെ തലയിലാകുന്നു. ഇതെല്ലാം കണ്ട ഈദ പ്രിൻസിന്റെ വേഷം കെട്ടാൻ ഈദയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ സിൻഡ്രലയുടെ റോൾ അയൂക്കിയും രാജകുമാരന്റെ റോൾ ഈദയും ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ നാടകത്തിന് വേണ്ടി സിൻഡ്രലയുടെ വേഷം കെട്ടി അയൂക്കി നിൽക്കുമ്പോഴാണ് ഈദ അവനെ കാണാൻ വരുന്നത്. ഈദയാവട്ടെ രാജകുമാരന്റെ വേഷം കെട്ടിയപ്പോൾ നല്ല ഗ്ലാമറായി കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൂക്കിക്ക് ഒരു നിമിഷത്തേക്ക് അവന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. എന്നാലും നമ്മുടെ അയൂക്കി ഈ കാര്യം സമ്മതിക്കാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ വേഷം കെട്ടിയതെന്ന് അയൂക്കി പറയുമ്പോൾ ഈദ തനിക്കതറിയാമെന്നും ഹഷിമോട്ടോയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നതെന്നും തനിക്കറിയാമെന്നും പറയുന്നു. അവൻ നല്ലവനാണെന്നും പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന അയൂക്കി ഈദയോട് തന്നെ ഇങ്ങനെ പ്രശംസിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ സ്കിറ്റ് തുടങ്ങി. നമ്മുടെ അയൂക്കി സിൻഡ്രലയായി തകർത്തഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിൻഡ്രല പ്രിൻസിനെ കാണുന്ന രംഗമെത്തുന്നു. പ്രിൻസിന്റെ വേഷത്തിൽ നിൽക്കുന്ന ഈദയെ കാണുന്നതും ഹൈസ്കൂളിലുള്ള പെൺപിള്ളേർ എല്ലാം ഫ്ലാറ്റാവുന്നു. അങ്ങനെ സിൻഡ്രലയായ അയൂക്കി പ്രിൻസായ ഈദയും കൂടി ഡാൻസ് ചെയ്യുന്നു. ഈ സമയത്ത് മണിയടിക്കുന്നു. സിൻഡ്രല അവിടെ നിന്നും ഓടുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ഓടുന്നതിനിടയിൽ ഹീൽസ് തെന്നി അയൂക്കി സ്റ്റേജിൽ വീഴാൻ പോകുന്നു. എല്ലാവരും ഇത് കണ്ട് പേടിച്ചുവെങ്കിലും അയൂക്കി വീഴാതെ ഈദ അവനെ പിടിച്ചു നിർത്തുന്നു. ഈ സമയത്ത് അയൂക്കി ചെറുതായിട്ട് നമ്മുടെ ഈദയെ ഒന്ന് വായി നോക്കുന്നുണ്ട്. അയൂക്കി ഈ സമയത്ത് ഈദയെ സുന്ദരനായൊക്കെ ചെറുതായി തോന്നുന്നു. എന്നാലും സ്വബോധത്തിലേക്ക് വരുന്ന അയൂക്കി ഈദയെ തള്ളി മാറ്റി കാലിൽ നിന്നും ചെരുപ്പം വലിച്ചെറിഞ്ഞ് സ്റ്റേജിൽ നിന്ന് പോകുന്നു. സ്റ്റേജിൽ നിന്നിറങ്ങിയ അയൂക്കി തനിക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ സ്കിറ്റെല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചു. സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിൽ ഒത്തുകൂടി. പ്രിൻസിന്റെ വേഷം കെട്ടിയതിൽ പിന്നെ ഈദയ്ക്ക് സ്കൂളിൽ കുറെ ഫാൻസ് ഉണ്ടാവുകയും പോപ്പുലാരിറ്റി കൂടുകയും ചെയ്യുന്നു. അയൂക്കി ഈദയെ ഹഷിമോട്ടോയുമായി സെറ്റാക്കുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിലെ ലീഡർമാർ അയൂക്കിയോട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറയുന്നത്. ഇത് കേട്ടതും അയൂക്കി ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ലീഡർമാർ അവനോട് പ്രിൻസായ ഈദയെക്കുറിച്ച് പറയാൻ പറയുന്നു. അയൂക്കി ഇതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴാവട്ടെ ക്ലാസ്സിലുള്ളവർ എല്ലാം ചേർന്ന് അവനെ കളിയാക്കുന്നു. സുന്ദരനായ പ്രിൻസിന് മുന്നിൽ അയൂക്കി വീണുപോയെന്നും മറ്റും പറഞ്ഞ് അവർ അവനെ കളിയാക്കുന്നു. സ്കിറ്റിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയും കാണിക്കുന്നു. ഇത് കേൾക്കുന്ന അയൂക്കിക്ക് ദേഷ്യം വരുന്നു. അവൻ അത് സീരിയസ് ആയി എടുക്കുന്നു. അവൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു തമാശയായി എടുക്കാൻ എല്ലാവരും പറയുന്നു. അങ്ങനെ ഒരു കാര്യം നടക്കില്ലെന്നും പറയുന്നു. ഇനി അഥവാ അയൂക്കി ഈദയ്ക്ക് വീണുപോയാൽ അത് വലിയ തമാശയായിരിക്കുമെന്ന് ലീഡർ പറയുമ്പോൾ അയൂക്കി പറയാൻ വന്നത് ഒന്നും പറയുന്നില്ല. അവന് മനസ്സിലാകുന്നു 2 പുരുഷന്മാർ തമ്മിലുള്ള പ്രണയം അത് മറ്റുള്ളവർക്ക് എന്നും തമാശയായിരിക്കുമെന്ന്. അവൻ മിണ്ടാതിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഈദ അയൂക്കിക്ക് സപ്പോർട്ടുമായി എത്തുന്നു. അയൂക്കി നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയാണ് ഈ വേഷം കിട്ടിയതെന്നും അവനെ കളിയാക്കരുതെന്നും പറയുന്നു. എന്നാൽ ഇതൊരു വലിയ പ്രശ്നമാക്കരുതെന്ന് കരുതി അയൂക്കി നീ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ശരിക്കും വീണു പോകുമെന്ന് പറഞ്ഞ് ഇതിനെ ഒരു തമാശയാക്കി മാറ്റാൻ നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് അവരുടെ ക്ലാസ് ടീച്ചർ വരികയും അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കൊള്ളാൻ പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഈദ അയൂക്കിയുടെ അടുത്തേക്ക് വരികയും അവൻ എന്തിനാണ് അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അയൂക്കി അതിന് ഈദ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയാണ് എടുക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഈദ തനിക്ക് അവർ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞ് അയൂക്കിയോട് സോറി പറയുന്നു. ഇത് കേൾക്കുന്ന അയൂക്കി താൻ ഓക്കെയാണെന്ന് പറയുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ അവൻ ഈദയെക്കുറിച്ച് ശരിക്കും ആലോചിക്കുന്നു.
ആലോചിക്കുന്നു. തനിക്ക് ഇതേ ഇഷ്ടമാണോ എന്നെല്ലാം ആലോചിച്ച് അവൻ റോഡ് കടക്കാൻ നോക്കുന്നു. പക്ഷേ ഹഷിമോട്ടോ വന്ന് അവനെ രക്ഷിക്കുന്നു. അവൾ അയോക്കിയോട് അവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയോക്കി അവൾ എന്തിനാണ് തന്നെക്കുറിച്ച് ഇത്ര അവലാതിപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരനാണെന്നും തന്നെ എപ്പോഴും സഹായിക്കാൻ വരുന്ന അവനെ തനിക്കും സഹായിക്കണമെന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ സിൻഡ്രല്ലയുടെ റോള് തനിക്ക് വേണ്ടി ഒറ്റെടുത്തതിന് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന അയോക്കി തന്റെ മനസ്സിലെ അലട്ടുന്ന പ്രശ്നം ഹഷിമോട്ടോയോട് പറയാൻ തീരുമാനിക്കുന്നു. അവൻ ഹഷിമോട്ടോയോട് ഒരു പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള ചെറുക്കനെ തനിക്കും ഇഷ്ടമാണെന്ന് പറയുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.